ഹലോ ഗായ്സ്, അപ്പം നമ്മൾ രണ്ടുപേരും നമ്മുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയുള്ള ലിസ്റ്റ് തയ്യാറാക്കുവാണ്. നമ്മുടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിനെ, കോളേജിൽ പഠിച്ച ഫ്രണ്ട്സിനെ ഒക്കെ ലിസ്റ്റ് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കുറിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാണ്ട് ചിപ്സും അവൾ ചോദിച്ച അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ കഴിക്കും. സോ എനിക്ക് അണ്ടിപ്പരിപ്പ് തരണം, കല്യാണം ആയോട്ട് പോഷകാഹാരം കഴിക്കണമെന്നാണ് അവൾ പറയുന്നത്, ഇല്ലയോ? വണ്ണം വെക്കണമല്ലോ. ഞാനിവിടെ വണ്ണം കുറയ്ക്കുകയും അവളവിടെ വണ്ണം വെക്കുകയും ചെയ്യുന്നതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിതൊന്നും കഴിക്കുന്നില്ല, അവൾ കഴിച്ചോട്ടെ. അപ്പം നമ്മൾ ഒരുവിധം സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇപ്പുറത്തെ സൈഡിലും ഓർത്തെടുക്കാനേ ഇപ്പൊ കുറെ വർഷമായിട്ട് നമ്മളിങ്ങനെ ഓർത്തെടുത്ത് വിളിക്കുക. കുറെ പേരെയൊക്കെ മിസ് ചെയ്യുമായിരിക്കും, ഞങ്ങള് അറിയത്തില്ല, ഇല്ലയോ? കോഴ്സ് നമ്മൾ എത്ര എന്നാലും മാക്സിമം ആരെയും മിസ് ചെയ്യാതെ വിളിക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമുക്ക് കുറേയും കൂടെ ക്ലോസ് ആയിട്ടുള്ളവരോട് ചോദിക്കും നമ്മുടെ കൂടെ ആരൊക്കെയായിരുന്നു അന്ന് പഠിച്ച്, ഇനി വിട്ടു പോകരുതല്ലോ ആരെയും, അങ്ങനെ വെച്ചിട്ട് പല പല കോപ്രായങ്ങളും ഞങ്ങൾ കാണിക്കും. എന്നാലേ അങ്ങ് ബുദ്ധി പറ്റുള്ളൂ. ബുദ്ധി വന്നാലേ നമുക്കിവിടെ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് പെണ്ണ് കാണില്ല. പെണ്ണ് കാണാൻ നമ്മൾ കല്യാണം പെണ്ണ് കാണലൊക്കെ കഴിച്ച് അതുകൊണ്ടാണ് ഇപ്പൊ കല്യാണം വരെ. എന്റെ എൻഗേജ്മെന്റ് കേട്ടോ ഓഗസ്റ്റ് 31 തീയതി ഞായറാഴ്ചയാണ് കേട്ടോ. എല്ലാരും പറഞ്ഞു ഞാൻ എൻഗേജ്മെന്റ് മോതിരിട്ട് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കള്ളി അതെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണം ഓഗസ്റ്റ് 31. അപ്പൊ ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചുകൊണ്ട് 8ാം ക്ലാസ് തൊട്ടേ ഒരുമിച്ച് +2 വരെ പഠിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇങ്ങനെ 2 പേപ്പറിൽ ഒരുമിച്ചിരുന്ന് എഴുതിയാൽ കാര്യങ്ങൾ സിമ്പിളായിരിക്കും. അത്രേ ബുദ്ധി കുറെ സമയമല്ലേ ബുദ്ധി വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഇനി നമ്മളിത് എഴുതി കുറച്ച് കഴിഞ്ഞിട്ട് വരാം നമുക്ക്. അപ്പൊ നമ്മൾ ലൈം ജ്യൂസ് ബിന്ദൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്ന് എനിക്ക് ഷർണയ്ക്കും നമ്മൾ എഴുതി ക്ഷീണിച്ചല്ലോ കല്യാണം വിളിക്കാനുള്ളവരെ, അപ്പൊ അതിനു വേണ്ടി കുടിക്കാൻ ലൈം ജ്യൂസ്. എന്ത് വേണം, ആനന്ദം. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ലിസ്റ്റൊക്കെ കുറേയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം വാചകം അടിച്ചും കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനെയും അവള് കുറെ സമയം അങ്ങനെ കളഞ്ഞ്. അപ്പം ഞങ്ങൾ ഇനി അവൾക്ക് കുറച്ച് ഡ്രസ് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ നമ്മളൊരു നിങ്ങൾക്കറിയാം ലിയാര ബുട്ടിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് വീഡിയോസിലൊക്കെ. അപ്പം അങ്ങോട്ട് പോവാണ്. അപ്പോൾ പുള്ളിക്കാരി വീഡിയോ കണ്ടിട്ട് കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. അവിടെ പോയിട്ട് കുറച്ച് ടോപ്പൊക്കെ വാങ്ങണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം. അവിടെ പോയി അവൾക്ക് കുറച്ച് ടോപ്പ് മെറ്റീരിയൽസൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പം എനിക്ക് നല്ലതൊക്കെ കണ്ടാൽ ഞാനും എടുക്കാം. അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ കാണിക്കാം കേട്ടോ. ഡ്രസ്സിൻ്റെയൊക്കെ മുഖത്തൊക്കെ കുരുണ്ട് ഗൈസ്. എന്തോ എല്ലാം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുവാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു സാധനങ്ങളും ക്രീമോ കാര്യങ്ങളോ ഒന്നും ഞാനിപ്പോൾ തേക്കുന്നില്ല. കാരണം ഇനി വെഡ്ഡിങ് ഒക്കെ അടുത്ത് വരുന്നതുകൊണ്ട് പിമ്പിൾസൊക്കെ വന്നാൽ കുറേ ടൈം എടുക്കും അതൊക്കെ മാറാനായിട്ട്. അപ്പം ഞാനിപ്പം അധികം ഒന്നും തേക്കുന്നില്ല. ഞാനിപ്പോൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസും സൺസ്ക്രീനും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പോട്ടെ. ഇനി കല്യാണം കഴിഞ്ഞിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്താം അവർക്ക്. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ബൈ. അങ്ങനെ നമ്മൾ ലിയാര ബുട്ടീക്കിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മിറർ കണ്ടാൽ എനിക്കൊരു വീക്ക്നെസ്സാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കാൻ. ദാണ്ട ശരണ ഓടി നടന്ന ടോപ്പ് സെക്ഷനിലോട്ട് പോകുന്നു, മെറ്റീരിയൽ സെക്ഷനിലോട്ട് പോകുന്നു, എല്ലായിടും ഓടി നടന്ന് നോക്കുക. ഏതെടുക്കണം, ഏത് മെറ്റീരിയൽ എടുക്കണം, സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാനെന്നുള്ള കൺഫ്യൂഷനിൽ പുള്ളിക്കാരി ഓടി നടന്ന് ചുരിദാർ മെറ്റീരിയൽ നോക്കുന്നു, കുറച്ച് ഓടി വന്ന് സാരി നോക്കുന്നു, എന്ന് വേണ്ട അവിടെ വന്ന് ചുറ്റി വരിച്ച് മറക്കുവാണ്. കഴിഞ്ഞ ആഴ്ച ത്രോട്ട് പെയിൻ വന്നതിന് ശേഷം സൗണ്ട് നന്നായിട്ടായിട്ടില്ല. അതാണ് ഒരു സൗണ്ടിനൊരു പറവറപ്പുള്ളത് ഗൈസ്. ഇതാണ് നമ്മുടെ ഓണർ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓടി വന്നത്. നമ്മളെ കണ്ടുകൊണ്ട് ഓടി വന്ന് മെറ്റീരിയൽ എടുത്ത് വെച്ച് ഞാൻ പറയാം കസ്റ്റമറിനെ കാണുമ്പോഴാണോ മെറ്റീരിയൽ പീസ് എല്ലാം അവിടെ കൊണ്ട് വെക്കുന്നതെന്ന് ചോദിച്ച്. ഇത് സെമി മോഡലാണ്. 800 സംതിങ് എന്തോ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ്. ഈ സെമി മോഡലൊക്കെ ആ റേറ്റിന് കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയിരിക്കും. ഇതാ ഫൈനലി ബിന്ദു ചേച്ചി എടുത്ത് മെറ്റീരിയൽ. അങ്ങനെ ലിയാരയിൽ നിന്ന് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ എന്താണ്ട ഞാനിപ്പോൾ എവിടെ പോകണേന്ന് വെച്ചാൽ റിലേറ്റീവ്സിനൊക്കെ കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട് കല്യാണത്തിന് വേണ്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോപ്പിങ്ങിന് വേണ്ടിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അപ്പം ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് തിരക്കിൻ്റെ ഇടയ്ക്ക് ഓടി നടന്നെടുക്കാൻ പറ്റുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരാൾക്ക് എടുത്തു കൊടുക്കുമ്പം വീഡിയോ എടുക്കുന്നത് പിന്നെ ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. കാരണം ഇത് ഇങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കണ്ണച്ചേട്ടൻ ഉള്ളതുകൊണ്ട് കുറച്ച് ക്ലിപ്പിങ്സൊക്കെ കണ്ണച്ചേട്ടൻ വീഡിയോ എടുത്ത് തന്നു, ഞാൻ എടുക്കണേ എന്ന് പറഞ്ഞു. പിന്നെ കുറേ സാരിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൂട്ടത്തിൽ വെച്ച് നോക്കിയായിരുന്നു കേട്ടോ, ഇണങ്ങുന്നുണ്ടോ എന്നൊക്കെ. എന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുത്താലും വേറൊരാൾ ജസ്റ്റ് ഉടുത്ത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നല്ലതാണോ എന്ന്. ഇതിനകത്ത് കുറേ കളർ കോമ്പിനേഷനൊക്കെ ഉണ്ട് നല്ലതൊക്കെ. ഇത് ടെസർ സിൽക്കാണ് ഇപ്പോൾ ഇവർ ഈ കാണിക്കുന്നത്. ഇതൊരു കോട്ടൺ പോലത്തെ ഇതാണ്ട ഗൈസ്. ഇതൊരു സാരി കേട്ടോ, ഞാൻ ജസ്റ്റ് ഉടുത്ത് നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഉടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയാലോ. പിന്നെ ഈ ഒരു സാരി എങ്ങനെ ഉണ്ട്, ഇതൊരു നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ. ഇതൊക്കെ നല്ല പട്ടുസാരിയാണ്, നല്ല പട്ടുസാരികൾ, അടിപൊളി പട്ടുസാരി. ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ബോർഡറിലെ ഡിസൈൻ കണ്ടോ, അതും ബോഡി വരുന്ന സെയിം ഡിസൈൻ. അതൊക്കെ റെയറായിട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പാറ്റേൺ. പിന്നെ ഈ ഒരു ഗ്രീനും ബ്ലൂവും അത് നല്ലൊരു കളർ കോമ്പിനേഷൻ. പിന്നെ ഇതെൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഗൈസ് ഇന്നത്തെ. ഇനി ജീൻസ് ഈ ഒരു ടോപ്പുമായിരുന്നു ഇട്ടുകൊണ്ട് പോയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ഇതൊക്കെയാണ് പർച്ചേസ് ചെയ്തത്. നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും പോയിരുന്നു. കാരണം കുറച്ച് പേരുടെ പേരൊക്കെ നമ്മൾ വിട്ടുപോയവരുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ നോട്ട് ചെയ്ത് എഴുതിക്കൊണ്ട് പോയി നമ്മൾ ഇന്ന് വാങ്ങാനായിട്ട്. ഇപ്പോൾ വീണ്ടും സാരി സെക്ഷൻ നോക്കുവാണ്. ഇത് നമ്മുടെ ഇത്തയാണ്. ഈ ഇത്തയും ഞാനുമായിട്ട് ഒരുപാട് വർഷമായിട്ട് ഇത്ത എനിക്കറിയാം. കാരണം നമ്മൾ പണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന സമയം തൊട്ടേ ഈ ഇത്തയായിട്ട് ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ ഇത്തായ ഞങ്ങൾ കഴിഞ്ഞ വെഡ്ഡിങ് ഷോപ്പിങ്ങിന് ചെന്ന സമയത്ത് ഇത്തായെ വിളിച്ചില്ലെന്ന് പിണങ്ങി പുള്ളിക്കാരി. പിന്നെ അപ്പോൾ ഈ വട്ടം ഞാൻ ചെന്നപ്പോഴേ ഇത്തായെ വിളിച്ചത്. ഇത്തയാണ് നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തരാനായിട്ട് വന്നത്. അതിന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വേറെ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പോയി വേറെ കുറേ സാരി എടുത്തുകൊണ്ട് വന്ന് എന്നെ കാണിച്ചു തരും. അങ്ങനെ നമ്മളൊരു സാരി സെലക്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കുവാണ് എങ്ങനെ ഉണ്ട്, കൊള്ളാവോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളടാ ഇന്നത്തെ ഷോപ്പിംഗ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.